കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ മീഡിയ പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിലും യുവമാരുടെ കാര്യത്തിൽ പലതും പലപ്പോഴും വിശ്വസിക്കുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാനൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഏയ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുകയുടെ കാര്യത്തിൽ പുറത്തോട്ട് വരുന്ന വാർത്തകൾക്കൊന്നും യാതൊരു സ്ഥിരതയില്ല. ഇപ്പൊ എന്തായാലും വില നന്നായിട്ട് കുറഞ്ഞതായിട്ടാണ് മനോരമയുടെ ഒരു റിപ്പോർട്ട് പറയുന്നത്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ 300 കോടി ആവശ്യപ്പെടുന്നു, 200 കോടി ആവശ്യപ്പെടുന്നു, അങ്ങനെ ഒരുപാട് വാല്യൂഷൻസ് ഉണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് IBS സോഫ്റ്റ്വെയർ ഗ്രൂപ്പിൽ നിന്നും മാഗ്നം കൺസോർഷ്യം ആവശ്യപ്പെട്ടത് 150 കോടി രൂപയാണെന്നാണ്. ഈ 150 കോടി രൂപയ്ക്കുള്ള അസറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനില്ല, അതുകൊണ്ട് അവർക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് മനോരമയുടെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ മലയാളി കേരള ബ്ലാസ്റ്റേഴ്സ് 150 കോടി രൂപ മുടക്കി വാങ്ങാൻ തയ്യാറാവുകയാണ് എന്ന തരത്തിലൊരു റിപ്പോർട്ട് പുറത്തേക്ക് അവർ തന്നെ വിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ IBS ലുലു ഗ്രൂപ്പ് ഒരുമിച്ച് ചേർന്ന് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ സാൻ മുഖർജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരു ഫോറിൻ എൻറ്റിറ്റി വരുന്നു എന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഓണർ പുതിയത് ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയൊന്നും ഇല്ലെങ്കിലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളും റൂമറുകളും ഇങ്ങനെ തകൃതിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.